നമ്മൾ ദരിദ്രരാണെന്ന് മകൻ പറഞ്ഞപ്പോൾ അച്ഛൻ ഞെട്ടി. ഒരിക്കൽ വളരെ സമ്പന്നനായ ഒരു അച്ഛൻ തന്റെ മകനെയും കൂട്ടി ഒരു യാത്ര പോയി. പക്ഷേ അതൊരു സാധാരണ യാത്രയായിരുന്നില്ല. താൻ എത്രത്തോളം സമ്പന്നനാണെന്നും മറ്റുള്ളവർ എത്രത്തോളം ദരിദ്രരായാണ് ജീവിക്കുന്നതെന്നും തന്റെ മകനെ മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു ആ അച്ഛന്റെ ഉദ്ദേശം. അങ്ങനെ അവർ ഒരു ഗ്രാമത്തിലെത്തി. അവിടെ ഒരു സാധാരണ കർഷക കുടുംബത്തിന്റെ വീട്ടിൽ കുറച്ചു ദിവസം ചെലവഴിച്ചു. യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അച്ഛൻ മകനോട് ചോദിച്ചു, മോനെ, യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? മകൻ പറഞ്ഞു, വളരെ നന്നായിരുന്നു അച്ഛ. അച്ഛൻ വീണ്ടും ചോദിച്ചു, അവിടെയുള്ള പാവപ്പെട്ട ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നീ കണ്ടോ? ഈ യാത്രയിൽ നിന്ന് നീ എന്താണ് പഠിച്ചത്? മകൻ കുറച്ചുനേരം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, നമ്മുടെ വീട്ടിൽ ഒരു നായ മാത്രമേ ഉള്ളൂ. പക്ഷെ അവർക്കോ 4 നായ്ക്കളുണ്ട്. അച്ഛനൊന്നും പറഞ്ഞില്ല. മകൻ തുടർന്നു, നമുക്കൊരു ചെറിയ സ്വിമ്മിംഗ് പൂൾ മാത്രമേ ഉള്ളൂ. അവർക്കോ നോക്കത്താ ദൂരത്തോളം വലിയൊരു പുഴയുണ്ട്. രാത്രിയിൽ നമുക്ക് വെളിച്ചത്തിനായി വില കൂടിയ ലൈറ്റുകളുണ്ട്. പക്ഷെ അവർക്ക് ആകാശം നിറയെ നക്ഷത്രങ്ങളുണ്ട്. അച്ഛൻ മകനെ നോക്കി നിന്നു. മകൻ വീണ്ടും പറഞ്ഞു, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പണം കൊടുത്തു വാങ്ങണം. പക്ഷെ അവർ അവരുടെ സ്വന്തം കൃഷിയിടത്തിൽ ഭക്ഷണം വിളയിക്കുന്നു. നമ്മുടെ വീടിനെ സംരക്ഷിക്കാൻ വലിയ മതിലുകളുണ്ട്. പക്ഷെ അവർക്ക് അവരെ സംരക്ഷിക്കാനും സഹായിക്കാനും ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. നമ്മൾ വൈകുന്നേരങ്ങളിൽ ടെലിവിഷന്റെ മുന്നിലാണ് സമയം ചെലവഴിക്കുന്നത്. പക്ഷെ അവർ അവരുടെ കുടുംബത്തോടൊപ്പം ഇരുന്ന് സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നു. ഇത്രയും കേട്ടപ്പോൾ അച്ഛനൊന്നും പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ മകൻ അവസാനം പറഞ്ഞു, അച്ഛാ, നാം എത്രത്തോളം ദരിദ്രരാണെന്ന് എനിക്ക് കാണിച്ചു തന്നതിന് നന്ദി. അവിടെ നിന്നാണ് ആ അച്ഛന് വലിയൊരു കാര്യം മനസ്സിലായത്. സമ്പത്ത് എന്നത് നമ്മുടെ കയ്യിലുള്ള പണത്തിന്റെയും വസ്തുക്കളുടെയും അളവല്ല. നമുക്ക് എത്രയുണ്ട് എന്നതിലുപരി നമുക്ക് ലഭിച്ചിരിക്കുന്ന കാര്യങ്ങളെ എത്രമാത്രം വിലമതിക്കുന്നു എന്നതാണ് യഥാർത്ഥ സമ്പത്ത്. ഒരുപക്ഷെ നമുക്ക് വലിയ വീടുണ്ടായിരിക്കാം, വില കൂടിയ കാർ ഉണ്ടായിരിക്കാം, ബാങ്കിൽ ഒരുപാട് പണം ഉണ്ടായിരിക്കാം. പക്ഷേ സ്നേഹിക്കാൻ ആളുകളില്ലെങ്കിൽ, കൂടെ ഇരുന്ന് സംസാരിക്കാൻ കുടുംബമില്ലെങ്കിൽ, സന്തോഷത്തോടെ ചിരിക്കാൻ സുഹൃത്തുക്കളില്ലെങ്കിൽ, പ്രകൃതിയെ ആസ്വദിക്കാൻ സമയമില്ലെങ്കിൽ, അപ്പോൾ നമ്മൾ ശരിക്കും സമ്പന്നരാണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ ഇന്നുള്ള ചില കാര്യങ്ങൾ മറ്റൊരാളുടെ സ്വപ്നമായിരിക്കാം. അതുകൊണ്ട് നമുക്കില്ലാത്തതിന്റെ പേരിൽ വിഷമിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിനകം ഉള്ളതിന്റെ മൂല്യം തിരിച്ചറിയാം. കാരണം യഥാർത്ഥ സമ്പത്ത് നമ്മളുടെ കൈവശമുള്ളതിലല്ല, നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന സന്തോഷത്തിലാണ്. ഇത് നിങ്ങളെ ചിന്തിപ്പിച്ചുവെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യൂ. അവർക്കും ഒരുപക്ഷെ തങ്ങൾ എത്രത്തോളം സമ്പന്നരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞേക്കും. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.